സുഖമല്ലേ? സന്തോഷമല്ലേ? എല്ലാവരും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. നമ്മൾ ഈശോയുടെ സ്വന്തം മക്കളാണ്. ഓക്കെ, ഇന്ന് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. ചോദിക്കട്ടെ? പറയോ? സിമ്പിളാണ്. ദൈവത്തിൻ്റെ വാക്കുകളും മനുഷ്യരുടെ, അതായത് നമ്മുടെ വാക്കുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ്? സിമ്പിൾ ചോദ്യമല്ലേ? ദൈവത്തിൻ്റെ വാക്കുകളും മനുഷ്യരുടെ വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം. ദൈവം സർവശക്തനാണ്. ഒറ്റ വാക്കുകൊണ്ട് ഈ ഉലകം സൃഷ്ടിച്ച, പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണ്. സ്നേഹിച്ച് ആ സ്നേഹത്തിലാണ് നിന്നെയും എന്നെയും ഒക്കെ രൂപപ്പെടുത്തിയത്. ഇനി ദൈവത്തിൻ്റെ വാക്കുകളും മനുഷ്യരുടെ വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യർ ഒന്നിന്ന് പറയും, നാളെ മാറ്റി പറയും, അല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകളോ ഇന്നലകളിലും ഇന്നും നാളെയും സെയിമാണ്, വ്യത്യാസമില്ല, അല്ലേ? ദൈവം തരും, അല്ലെ ഉണ്ട്, നമ്മളോട് വാഗ്ദാനം ചെയ്തത്, ഇന്നലെ നമ്മുടെ പൂർവികരോട് വാഗ്ദാനം ചെയ്തത് തരില്ലേ എന്ന് ചോദിച്ചാലും തരും. നാളെ ആണെങ്കിലും വരും തലമുറകളിലും സംഭവിക്കും. തലമുറകളോളം ദൈവത്തിൻ്റെ വാക്കുകൾ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. ഇനി മനുഷ്യരുടെ വാക്കുകളാണെങ്കിലോ, എൻ്റെ അനുഭവം, എൻ്റെ വികാരങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ കാഴ്ച, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ കുറവുകൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും, ഇതിനെയൊക്കെ അടിസ്ഥാനമായിരിക്കും ഞാൻ പറയുന്ന വാക്കുകൾ. ആം ഐ റൈറ്റ്? കറക്റ്റാണോ? ആണല്ലേ? ഇനി എൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകും, മാറ്റി പറയും. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം, പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാക്കുകളാണെങ്കിൽ പറഞ്ഞതുപോലെ അച്ചട്ടായി സംഭവിക്കുമെങ്കിൽ നമുക്ക് അത് ഭക്ഷിച്ചൂടാ. എന്താണോ നമ്മൾ ഭക്ഷിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും. നമ്മൾ എന്താണോ കാണുന്നത് കണ്ട് ക്രമേണ അത് നമ്മുടെ ചിന്തയുടെ ഭാഗമാകും. അങ്ങനെ ചിന്തയുടെ ഭാഗമായി കഴിയുമ്പോഴോ ക്രമേണ അത് എൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായി മാറും. ക്രമേണ അത് പ്രവൃത്തി ചെയ്ത് അതെൻ്റെ ശീലമായി മാറും. പിന്നെ ഇങ്ങനെ സാധാരണ പറയാറുണ്ട്, തൂത്താലും തുടച്ചാലും മാറത്തില്ല, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ പാട്ടും പാഴ്സലുമായി മാറും. ഓക്കെ, എന്നെ ഞാനാക്കി തീർക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞും ചിന്തിച്ചും ആലോചിച്ചും അങ്ങനെ ഭക്ഷിച്ച് നമ്മുടേതാക്കി മാറ്റുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസം വരത്തില്ലേ? നമുക്കൊരു അസാധാരണത്വം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, ചിന്ത, പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യതയില്ലേ? പോസിറ്റീവായിട്ടുള്ള മാറ്റം. ഓക്കെ, ദൈവത്തിൻ്റെ വചനം നോക്കിക്കേ, ഏതെടുത്താലും ഭയങ്കര പവറാണ്. ആറ്റം ബോംബിനെക്കാട്ടിലും പവറാണ് ദൈവത്തിൻ്റെ വചനത്തിന്. അങ്ങനെയെങ്കിൽ ഈ വചനം നമ്മൾ ഭക്ഷിക്കും തോറും നമുക്കും ആ പവർ കിട്ടില്ലേ? കിട്ടും, ഉറപ്പ്, 100% ഉറപ്പ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം മക്കളെ, ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, ഇത് കൈ, ഇത് കണ്ണ്, ഇത് ശിരസ്, ഇത് മുഖം, ഇതുപോലെ നമുക്ക് ഓരോ ശരീരഭാഗങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ തൊട്ട് തലോടി നന്ദി പറഞ്ഞ് നമുക്ക് ആ വചനം ഇങ്ങനെ ആവർത്തിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അതായത് വചനം മസാജ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർക്കുന്നു. കിട്ടിയില്ലേ? ഓക്കെ, അപ്പം നന്നായിട്ട് സെറ്റായിട്ടൊന്ന് ഇരുന്നേ. സിസ്റ്ററിന് മാത്രം കേൾക്കണം, ഒരിടവും പോവരുത്, എന്നാൽ കണക്ഷൻ വിട്ടുപോകും. സിസ്റ്ററിൻ്റെ അടുത്ത് ഒപ്പം ഇരുന്ന് നമുക്കത് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെച്ചാൽ, നമ്മുടെ തലമുടി വെച്ചാലോ? ഇപ്പോൾ സിസ്റ്ററിൻ്റെ തലമുടി ഉള്ളിലിരിപ്പുണ്ട്, കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് തലമുടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ദൈവം വചനത്തിൽ പറയണതെന്നാ, ലൂക്ക 21:16 പറയുന്നത്, നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ഇഴ ഒന്നല്ലേ, ഒരു മുടി, നിങ്ങളുടെ തലമുടി ഇഴ പോലെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് എത്ര തലമുടി എൻ്റെ തലയിലുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, അല്ലേ? 100 ആണോ 1000 ആണോ 10,000 ആണോ അറിയത്തില്ല. ഒരിക്കലും അതിനെപ്പറ്റി എണ്ണാൻ തുടങ്ങിയിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം. ഓക്കെ, അതാണ് ഈ വചനം പറയുന്നത്, തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എണ്ണുക എന്ന് വെച്ചാൽ കൃത്യതയല്ലേ കാണിക്കുന്നത്, മാക്സിൽ ക്ലിയർ കട്ടക്ക്, അതാണ്, മാറ്റമില്ല, അതാ. അപ്പോൾ അതുപോലെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് എത്ര തലമുടി ഇഴകളുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ തലമുടി എപ്പോഴാണ് കിളിർക്കുന്നത്
ഏത് പോയിന്റിലാണ്, രാവിലെ ആണോ ഉച്ചക്കാണോ വൈകുന്നേരമാണോ ഉറങ്ങുമ്പോഴാണെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇനി എത്രണ്ണം ഇന്ന് കിളിർക്കും, എത്രണ്ണം ഇന്ന് കൊഴിയും, ഏത് സമയം കൊഴിയും എന്ന് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് ഐഡിയ ഇല്ല. നിങ്ങൾക്കുണ്ടോ? എനിക്കറിയാം, നിങ്ങൾക്കും കാണത്തില്ല. അപ്പോൾ എനിക്കറിയില്ല, പക്ഷേ ദൈവത്തിന് അതറിയാം. അങ്ങനെയെങ്കിൽ നിസാരമായ ഈ തലമുടിയെപ്പറ്റി അറിവുള്ളവൻ എന്നെപ്പറ്റി അറിയാത്തതായി എന്തുണ്ട്? അല്ലേ? സകലതും തമ്പുരാൻ അറിയാം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? മറച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇനി തലമുടി ചിലവർക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണില്ലായിരിക്കും, ചിലവർക്ക് തലമുടി കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് പോയി, തല ഒരു പ്രശ്നമായിട്ടൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിലും ഒരു വചനം പറഞ്ഞുതരാം. ഉത്തമഗീതം 6:5 നോക്കിക്കുക. അതിൽ പറയുന്നത്, നിന്റെ തലമുടി ഗിലിയാത്ത് മലഞ്ചെരുവിൽ നിന്ന് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. പറ്റം എന്ന് പറഞ്ഞാൽ കൂട്ടമല്ലേ? അപ്പോൾ ഉണ്ടല്ലോ, അസ്വസ്ഥതയുള്ളവരൊക്കെ ഈ വചനം അങ്ങ് പറഞ്ഞോ, ഇനി കുഴപ്പമില്ല, മുടി ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നേ, അതിലൊരു സന്തോഷം നമ്മൾ കണ്ടെത്തും. ഓക്കെ, ഇനി കിളിർത്ത് വന്നില്ലെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ നമ്മുടെ തലമുടി വെച്ച് അഭിമാനം കൊള്ളും. ഓക്കെ, അപ്പോൾ വചനം ഇങ്ങനെയാണ്. ഉത്തമഗീതം 6:5, നിന്റെ തലമുടി ഗിലിയാദ് മലഞ്ചെരുവിൽ നിന്ന് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. അപ്പം മുടിയുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെയൊക്കെ കോതില്ലേ, ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യത്തില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ വചനം ഓർക്കണം. എൻ്റെ തലമുടി ഗിലിയാദ് മലഞ്ചെരുവിൽ നിന്ന് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. ഓക്കെ, എൻ്റെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ആ എണ്ണ എടുത്ത് വെച്ചിരിക്കുന്ന ദൈവത്തിന് എന്നെപ്പറ്റി എല്ലാം അറിയാം. തമ്പുരാൻ നോക്കിക്കോളും, ദൈവം തരും. ഓക്കെ, ദൈവത്തിന് ഒരിക്കലും നമ്മളെ നാണം കെടുത്താൻ ഇഷ്ടമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് കരഞ്ഞ് തലയും കുമ്പിട്ട് നടുവും വളച്ച് നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അല്ലേ? നിങ്ങളുടെ പപ്പയും അമ്മയ്ക്കൊക്കെ നിങ്ങൾ കുറച്ച് മാർക്ക് വാങ്ങിക്കൊണ്ട് വരുന്നതും അടി കിട്ടുന്നതും മറ്റുള്ളവർ വഴക്ക് പറയുന്നതൊക്കെ ഇഷ്ടമല്ലല്ലേ? അവർ ഇടപെടും. അതുപോലെയാണ് നമ്മുടെ ദൈവം. നമ്മളെപ്പോഴും രാജകുമാരിയെ പോലെ നല്ല പ്രൗഢഗംഭീരമായിട്ട് ജീവിക്കാനാണ് ഈശോയ്ക്ക് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് തലമുടി. രണ്ടാമത്തത് തലയിൽ കൈവച്ചോ. സിസ്റ്ററിനോടൊപ്പം നിങ്ങൾ വന്ന് വെച്ചേ, എന്നിട്ടൊന്ന് തലയൊടിക്കേ. ഒരു എണ്ണ പുരട്ടില്ലേ നമ്മൾ തലയിൽ, ഇങ്ങനെ തൈലം അല്ല, നമ്മൾ എണ്ണ പുരട്ടുമല്ലോ, എണ്ണ ഇങ്ങനെ പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഷാമ്പൂ ഒക്കെ പുരട്ടുന്നത് പോലെ തലയിൽ എപ്പോഴൊക്കെ കൈവയ്ക്കുന്നോ അപ്പോഴൊക്കെ വിചാരിക്കണം, ശിരസ് വളരെ പ്രധാനപ്പെട്ടതാണ്. സിസ്റ്ററിന് ഇതുണ്ടല്ലോ, തലയുണ്ട്, ഇത് ശരീരം മൊത്തമുണ്ട്. ഈ തല ഒന്നില്ലാത്ത അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലേ? തലയില്ല, കാണാൻ കൊള്ളാവോ? അയ്യോ, അല്ലേ? എല്ലാം തീർന്നു, നമുക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല, ജീവനില്ല. അല്ലേ? തലയില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇനി ചിന്തകളൊക്കെ വരുന്നത് ഇവിടെ നിന്നല്ലേ? ഈ സെൻറ്ററാണ്, ഹെഡാണ്. ഇവിടെ നന്നായി പ്രവർത്തിച്ചാൽ ബാക്കി എല്ലാ സിസ്റ്റംസ് നന്നായി ഓടും. ഇവിടെ തെറ്റിയാലോ സകലതും പോയി. നമ്മളിങ്ങനെ അയ്യോ അങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കാനൊന്നും നമുക്ക് ഇഷ്ടമില്ല. അല്ലേ? ശിരസ് ഉയർന്ന് നിൽക്കണം. അപ്പോൾ അതിലൊരു വചനമുണ്ട്, ഉത്തമഗീതം 7:5, നിന്റെ ശിരസ് കാമൽ മല പോലെ ഉയർന്നു നിൽക്കും. അല്ല, നമ്മളിങ്ങനെ ഉയർന്ന നല്ല ഗെറ്റപ്പിൽ നമ്മളെ ചിന്ന് സ്ട്രെയിറ്റ് ആയിരിക്കണം, ഹെഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം, കണ്ണ് നല്ല സൂമിങ് ആയിരിക്കണം, നല്ല പക്കയായിരിക്കണം. ഓക്കെ, അപ്പോൾ വചനം ഇവിടെ തലയിൽ നമ്മൾ തുടങ്ങുമ്പം പ്രാർത്ഥിക്കേണ്ട വചനമാണ്, നിന്റെ ശിരസ് കാമൽ മല പോലെ ഉയർന്നു നിൽക്കുന്നു. അതുപോലെ സങ്കീർത്തനം 3:3 കാണും, കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും. സിസ്റ്റർ മറന്നുപോയല്ലോ, നമുക്കൊന്ന് എടുക്കട്ടെ, ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തോ. കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും. ഇനി ഒരു വാക്കും കൂടിയുണ്ട്, നമുക്ക് തപ്പിയെടുക്കാം. സങ്കീർത്തനം 3:3. ഓക്കെ, കിട്ടിപ്പോയി. അതുപോലെ കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എൻ്റെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. എൻ്റെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെയാണ്. നമ്മൾ ഈ ഏത് അവയവം എടുത്താലും അതുമായി കണക്ട് ചെയ്യുന്ന വചനങ്ങളുണ്ട്. ഇനി 27-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണും, എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. അതേതാ? 27:6. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കൾക്ക് മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. അപ്പോൾ ചുമ്മാ വെറുതെ സിസ്റ്റർ വചനം പറയാം, നിങ്ങൾ ആ വചനം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ തലയൊക്കെ ഒന്ന് തലോടിക്കേ. ഓക്കെ, കണ്ണടച്ച് സിസ്റ്റർ പറയുന്നു, ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും, ഞാൻ വചനം പറയും. ചിലപ്പം വചനം അത്ര പിടുത്തമില്ലെങ്കിലോ നോ പ്രോബ്ലം, സിസ്റ്റർ പറയാം. ഓക്കെ, കാമൽ മല പോലെ നിൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും.
ഓക്കെ, നിന്നെ വലയം ചെയ്യുന്ന ശത്രുക്കൾക്ക് മുകളിൽ നിൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ഓക്കെ, കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഇനി മറക്കാതെ പ്രയോഗിക്കുക, ഇങ്ങനെ എണ്ണ തേക്കും പോലെ പറയണം, കർത്താവെ എൻ്റെ ശിരസിൽ ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. മുമ്പ് സിസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ മറന്നുപോയെങ്കിലോ. ഓക്കെ, തലയിലൊക്കെ തൊടുമ്പോൾ പറയണം, ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ആനന്ദം മുകളിൽ നിന്നേ വരത്തുള്ളൂ, സന്തോഷം ലോകത്തിൽ നിന്ന് വരും. ഓക്കെ, നമുക്ക് വേണ്ടത് സന്തോഷത്തെക്കാളുപരി ആനന്ദം. ഓക്കെ, നേരെ തലയിൽ പതിക്കണം. ചോദിക്കുന്നത് വിളമ്പിത്തരുന്നതാണ് നമ്മുടെ ദൈവം. ഓക്കെ, ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. അപ്പോൾ 2 പഠിച്ചു. ഓക്കെ, ഇനി നെറ്റി. ഒരു ക്രിസ്ത്യാനി നെറ്റിയിൽ എന്താ ചെയ്യാറ്? സാധാരണ നെറ്റിയുമായിട്ട് എന്താ കണക്ഷനുള്ളത്? ഒരു മുദ്ര നമ്മൾ ഇടാറില്ലേ? ഒരു മുദ്ര ഇടാറുണ്ട്, കുരിശ് അല്ലേ? കുരിശാണ് നമ്മുടെ രക്ഷ. കുരിശിൻ്റെ മുദ്ര നമ്മളിടും. മക്കൾ, നിങ്ങൾ ഈ വചനത്തിൻ്റെ അവസാനം ഈ വെളിപാട് 7-ാം അധ്യായം എടുക്കുമ്പോൾ അതിൽ പറയുന്നത് സംരക്ഷണം, മുദ്ര. അതുപോലെ 1 കൊറിന്തോസ് 1:8 കാണും, ബോഷന്മാർക്ക് കുരിശിൻ്റെ വചനം അവർക്ക് മീനിങ് ഇല്ല. നമുക്ക് കൃത്യമായി പഠിക്കാം. ഓക്കെ, സിസ്റ്റർ പറഞ്ഞാൽ ശരിയാവത്തില്ല. കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കോ, അല്ലെങ്കിൽ സിസ്റ്റർ ഇപ്പം കണ്ടുപിടിച്ച് പറഞ്ഞുതരാം. 1 കൊറിന്തോസ് 1:18, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. അപ്പോൾ കുരിശ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പവറാണ്, ശക്തിയാണ്. അപ്പോൾ വെളിപാട് 7 പറയുന്ന സംരക്ഷണ മുദ്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം കുരിശ്. ഇനി ആ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു ദൂതൻ ഇങ്ങനെ വിളിച്ചു പറയുവാണ്, ആരെടുത്താ? കരയും കടലും വൃക്ഷങ്ങളും നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന ദൂതന്മാരോട് വിളിച്ചു പറയാണ്, ദൈവത്തിൻ്റെ മുദ്ര. ഓക്കെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്ര ഇവരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തി തീരുവോളം കടലോ കരയോ വൃക്ഷങ്ങളോ ഒന്നും നശിപ്പിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുദ്ര കുരിശാണ്. മക്കളെ, കഴിയുന്നതും ഓക്കെ നമുക്ക് ഈ ഇത്രയും വിശിഷ്ടമായ ശ്രേഷ്ഠമായ മുദ്ര നമ്മൾ നെറ്റിയിലിടണം. മാത്രമല്ല, നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതോ അത് കുരിശിൻ്റെ സംരക്ഷണം. ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവർ കണ്ടിട്ടില്ലേ? അവർക്ക് ചില നല്ല ഈശോട് ചേർന്ന് നിൽക്കുന്നവർ സ്റ്റിയറിങ്ങിൽ ഒരു കുരിശിടും, അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ശരീരത്തിലൊരു കുരിശിൻ്റെ മുദ്രയിടും. ഓക്കെ, ഇതുപോലെയൊക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പരീക്ഷയ്ക്ക് മക്കളൊക്കെ എഴുതുവാണെങ്കിൽ ആ പേപ്പറിൽ നമുക്കൊരു കുരിശിടാം. നമ്മുടെ വിശ്വാസം അല്ലേ, നമ്മുടെ വിശ്വാസം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ കുരിശിടാം. ഇപ്പോൾ ജോലി അല്ലെങ്കിൽ ഒരു സംഭാഷണം, ഒരു പ്രസൻറ്റേഷന് പോവുകയാണ്, നമ്മുടെ ചുണ്ടിൽ മുദ്രയിടാം. ഇങ്ങനെയൊക്കെ നമുക്ക് മുദ്രയിട്ട് നമ്മളെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ നെറ്റിത്തടത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും തിരുനാമം ആലേഖനം ചെയ്യണം. ഓക്കെ, പിതാവിൻ്റെയും പുത്രൻ്റെയും തിരുനാമം ആലേഖനം ചെയ്യണം. ഓക്കെ, അപ്പോൾ നെറ്റിയിലൊക്കെ പിടിക്കുമ്പോൾ ഒരു ദിവസം ഈ മസാജൊക്കെ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കണ്ണ് ആണല്ലേ. കണ്ണ്, സുന്ദരമായ കണ്ണ് നമ്മുടെ പുറപ്പാട് പുസ്തകം 21 പറയുന്നത് എന്താണ്? കണ്ണിന് പകരം കണ്ണ്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല് അല്ലേ? അങ്ങനെ ഒന്ന് ചെയ്താൽ അത് തിരിച്ച് അടുത്തുള്ളവൻ്റെ എടുക്കണമെന്നാണ് പറയണേ. പക്ഷേ ഈശോ നമ്മളെന്താ പഠിപ്പിച്ചത്? ശത്രുക്കളെ സ്നേഹിക്കണം, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെയല്ലേ. ഇനി വേറെ അടുത്ത ഒരു വചനമാണ്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് ദുഷ്ടമെങ്കിൽ ശരീരം മുഴുവനും നശിച്ചു പോകും, ഇരുണ്ടു പോകും. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് അല്ലേ, നമ്മുടെ പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുപോലെ യേശയുടെ പുസ്തകത്തിൽ പറയുന്നത്, തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടച്ചു പിടിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഓക്കെ, കണ്ടിട്ടില്ലേ മക്കളെ? ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം കണ്ടാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ കറ പോലെ പടർന്നു പിടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ണ് ദൈവത്തിന് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കണമേ. ഇനി സുഭാഷിതങ്ങളുടെ ഒരു വചനമുണ്ട്, തിളങ്ങുന്ന കണ്ണുകൾ ഹൃദയത്തിൻ്റെ സംതൃപ്തി കാണിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പലതരം കണ്ണുകളുണ്ട്, കേട്ടിട്ടില്ലേ? ഗർവുള്ള കണ്ണുകൾ, ദുഷ്ടൻ്റെ കണ്ണുകൾ, നീതിമാൻ്റെ കണ്ണുകൾ, തിളങ്ങുന്ന കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങണം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് പറഞ്ഞേ, എൻ്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കണമേ. ഇനി ഒരു വചനമുണ്ട്, എൻ്റെ കണ്ണിൽ അഞ്ജനം എഴുതണമേ. പെൺകുട്ടികളൊക്കെ കണ്ണിൽ കൺമഷി എഴുതുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ പറയണേ, എൻ്റെ കണ്ണിൽ അഞ്ജനം എഴുതണമേ, എൻ്റെ കണ്ണ് പ്രകാശിപ്പിക്കണമേ. അപ്പം സിസ്റ്റർ 4 കാര്യം പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടോ? ഒന്നാമത്തേത് തലമുടി എടുക്കുമ്പം പറയണം, കർത്താവ് എന്നെ കാണുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാം. പിന്നെ എന്താ? ശിരസിൽ
കാമൽ മല പോലെ ഉയർന്നു നിൽക്കണം, ശത്രുക്കൾക്ക് മേലെ ഉയർന്നു നിൽക്കണം, ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യിക്കണം. നെറ്റി എന്താ പറഞ്ഞേ? പിതാവിൻ്റെയും പുത്രൻ്റെയും തിരുനാമങ്ങൾ ആലേഖനം ചെയ്യണം. സംരക്ഷണ മുദ്ര. ഇവിടെ മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സിസ്റ്റർ പറഞ്ഞു തന്നായിരുന്നു. കണ്ണ് പ്രകാശിപ്പിക്കണം. ഓക്കെ, ഇനി നേരെ വന്ന് നമ്മുടെ ശ്വാസം, മൂക്ക് അല്ലേ? മൂക്ക് എന്നാ പറയണത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് എങ്ങനെയാണ്? കർത്താവ് മനുഷ്യനെ രൂപപ്പെടുത്തി, അതിനുശേഷം ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിശ്വസിച്ചു, അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അങ്ങനെയല്ലേ ഉൽപ്പത്തി 2 പറയുന്നത്. അപ്പം നമ്മൾ സങ്കീർത്തനത്തിൽ കാണും, കർത്താവ് അവിടുത്തെ ജീവശ്വാസം അയച്ച് അവയെ സൃഷ്ടിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ പറയുവാണ്, എൻ്റെ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഈ ജീവശ്വാസം അയച്ച് എന്നെ നവീകരിക്കണമേ. ഓക്കെ, ജീവശ്വാസം അയച്ച് നവീകരിക്കണമേ. ഇനി മക്കൾ കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്നാക്കിക്കേ. നമ്മളിങ്ങനെ മസാജ് ചെയ്യാൻ പഠിച്ചിട്ടില്ല? ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടി പ്രായമാകുമ്പം ഇങ്ങനെ മസിലൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കാൻ വേണ്ടി പറയും ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ. അതുപോലെ നമ്മളിങ്ങനെ അതുവരെ പ്രായമാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ട. അതിനു മുമ്പ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, കൈകളെടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, യേശയ്യ പുസ്തകത്തിൽ പറയുന്നില്ലേ, ഇതാ നിൻ്റെ പേര് എൻ്റെ കൈവെള്ളയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, കയ്യിൽ ഒരു സാധനം വെച്ചാൽ അല്ലേ വേഗം കാണും അല്ലേ? ഇങ്ങനെ എടുത്ത് പിടിച്ചാൽ വേഗം കാണും. പിന്നെ എന്താ? യേശയ്യ 41:13, നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത് കരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. എന്താ? ഒരാൾ കൈ പിടിക്കുമ്പോഴുള്ള പവർ വേറെയല്ലേ? ഓക്കെ, അടുത്ത് നിൽക്കണേക്കാട്ടിലും നമ്മൾ വിഷമിച്ചിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഒരു നല്ലൊരു ശക്തി, ഒരു പവറാണ് കിട്ടുന്നത്. അതുപോലെ ചേർത്ത് പിടിക്കുമ്പോഴോ അതും നമ്മൾ അങ്ങനെ ആരോ ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ഫീലിംഗാണ് കിട്ടുന്നത്. അതുപോലെ തമ്പുരാൻ നമ്മുടെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം പറയണം, അപ്പോൾ ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ വചനം ഓർക്കണം, ഇതാ എൻ്റെ കൈവെള്ളയിൽ നിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിട്ടുണ്ട്, ഭയപ്പെടേണ്ട കൂട്ടാ, ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. ഇനി ഞാനൊന്ന് തിരുമിക്കേ, എന്നോടൊപ്പം ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്നിട്ട് ഇങ്ങനെ മുഖത്ത് വയ്ക്കണം, അതിങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഒരു ചൂട് കിട്ടുന്നില്ലേ? അപ്പോൾ അതുപോലെ പറഞ്ഞു, ദൈവമേ എൻ്റെ മുഖം അങ്ങയുടെ മുഖം പോലെ ആക്കണമേ. ഓക്കെ, എപ്പോഴും പൗഡറും പൊട്ടുമൊക്കെ ഇടുമായിരിക്കും നിങ്ങൾ. ഒപ്പം ഇത് മറക്കരുത്, ഇങ്ങനെ ഉരസി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പറയണം, ദൈവമേ എൻ്റെ മുഖം അങ്ങയുടെ മുഖം പോലെ ആക്കണമേ. ഇതുപോലെ ദൈവത്തിൻ്റെ മുഖം പോലെ ആക്കിയ ആൾക്കാർ ബൈബിളിലുണ്ട്, അറിയാവോ? 2 പേരെ പ്രത്യേകമായിട്ട് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയായി, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുഖം പോലെയായി. ആരെന്നറിയാവോ? 2 പേര്. ഒന്ന് പഴയ നിയമത്തിൽ, ഒന്ന് പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ ഏസാവിൻ്റെ കഥ അറിയോ? പറഞ്ഞേണോ? ഓക്കെ, ഏസാവ്, അവർ 2 മക്കളായിരുന്നു. ഏസാവ് മൂത്തയാൾ, യാക്കോബ് ഇളയ മകൻ. യാക്കോബ് ചേട്ടൻ്റെ കടിഞ്ഞൂൽ അവകാശം, അതായത് മൂത്ത കൊച്ചിനൊരു അവകാശമില്ലേ, പപ്പയും അമ്മയും കഴിഞ്ഞ് അടുത്ത സ്ഥാനം മൂത്തയാക്കുക. അതുപോലെ ആ മൂത്തയാളുടെ സ്ഥാനം തട്ടിപ്പറിച്ചു. അവസാനം ഈ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ അവർ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ട്, അനുഗ്രഹം, അതും തട്ടിയെടുത്തു. അപ്പോൾ 2 സുപ്രധാനമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഈ ഇളയവൻ, അവൻ അവകാശപ്പെട്ടതല്ല, ചേട്ടന് മാത്രമുള്ളതാണ്, തട്ടിപ്പറിച്ച് നാട് വിടുന്നത്. ഓക്കെ, ഈ ചേട്ടന് ഭയങ്കര ദേഷ്യമായി, എങ്ങനെയെങ്കിലും അവനെ തട്ടണം, അച്ഛൻ മരിക്കുമ്പോൾ യവനെയും തട്ടണം, അതുവരെ യവനിങ്ങനെ വിട്ടിരിക്കുക. ഇത് മനസ്സിലാക്കി അവൻ അമ്മയുടെ സഹായത്തോടെ നാട് വിടുന്നു. അങ്ങനെ 14 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ ചേട്ടായി ഏസാവ് ഒന്നും മനസ്സിൽ വെക്കാതെ മുന്നോട്ട് പോയി ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അനിയന് ഭയങ്കര പേടിയായിരുന്നു, ചേട്ടൻ ഇനി പഴയതൊക്കെ ഓർത്ത് വെച്ച് വിദ്വേഷവും വൈകരാഗ്യമൊക്കെ കാണിച്ച് തട്ടുമോ എന്ന് പേടിയായിരുന്നു. പക്ഷേ ചേട്ടൻ അതൊന്നും ചെയ്തില്ല. അങ്ങനെ ക്ഷമിച്ചപ്പോൾ അവൻ്റെ മുഖം ദൈവത്തിൻ്റെ ദൂതൻ്റെ മുഖം പോലെ ആയി. പുതിയ നിയമത്തിൽ നമ്മളൊരു ചെറുപ്പക്കാരനായ ക്യൂട്ടായിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനെ കാണും. അവനാണ് സ്റ്റെഫാനോസ്. 17-18 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞു പയ്യനപ്പോൾ ഭയങ്കര പവറായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കാൻ വേണ്ടി ആരുടെ മുമ്പിലും മടി കൂടാതെ നാണക്കേടില്ലാതെ ഈശോ ദൈവമാണെന്ന് പ്രഘോഷിച്ച ചെക്കനാണ്. എന്ത് സംഭവിച്ചു? പരിസേയർക്ക് നിയമജ്ഞർക്ക് അവിടുത്തെ നേതാക്കന്മാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയെ കൊണ്ടുപോയി ഒരു കോർണറിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവന് തന്നെ അറിയാം, ശരീരം മുഴുവനും പൊട്ടി സുന്ദരമായിട്ടുള്ള ശരീരം വികൃതമായി. ആക്കുന്നതാരാ? ലോകം അല്ലേ, ചുറ്റുമുള്ള ആൾക്കാർ. പക്ഷെ അവരെ ഒന്നും തെറിവിളിക്കാതെ, വഴക്കുണ്ടാകാതെ, നിങ്ങളെ നശിച്ചു പോകും, പണ്ടാരം അടങ്ങുമെന്നൊന്നും പറയാതെ
അവൻ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിഞ്ഞില്ല, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ വീണ്ടും ക്ഷമിച്ചപ്പോഴെന്നാ ദൈവം എഴുന്നേറ്റ് നിന്ന്, നമ്മൾ ആ വചനം വായിക്കുമ്പോൾ ഈശോ എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് ഉള്ള വചനമുണ്ട്. അതിനർത്ഥം ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഗസ്റ്റിനെ കാത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ചില ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അതിനർത്ഥം എന്താ, അത്രമാത്രം ഭയങ്കര പ്രിയപ്പെട്ടതാണ്, ഭയങ്കര പേഴ്സണാലിറ്റിയുള്ള ഹൈ പ്രൊഫൈലുള്ള ആളാണെന്ന് നമുക്കറിയാം. അപ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു കുഞ്ഞി പയ്യൻ കല്ലേറ്റ് ഈ 17-18 വയസ്സുള്ള ഈ കുഞ്ഞി പയ്യൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ സ്വർഗം എഴുന്നേറ്റ് നിന്ന് അവനെ സ്വീകരിച്ചു. ഇതുപോരെ നമുക്ക്. അവൻ എന്താ ചെയ്ത്, ഇവരോടെല്ലാം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുഖവും ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം ആകുമെന്നല്ലേ. അപ്പോൾ അതിന് പ്രത്യേക ഒരു കൃപ വേണം. സാധാരണ മനുഷ്യന് ഒന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള അതാണ് അതിൻ്റെ രീതി അല്ലേ. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നല്ലേ പറയുന്നത്. ഒരു മൃഗമാണ് നമ്മളും. അപ്പം മൃഗത്തിൻ്റെ സ്വഭാവമേ വരത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം വരണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. അത് ചോദിച്ച് വാങ്ങിച്ചാൽ മതി. ഈശോ തരും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മതി ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, ഹൃദയം തരണമേന്ന്. ഓക്കെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആക്കണമേ. പ്രാർത്ഥിച്ച് 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 നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ വെട്ടിത്തിളങ്ങും. കാണുന്നവർക്കെല്ലാം നമ്മൾ ഒരു ദൈവീകതയുള്ള വ്യക്തിയായി മാറും. അതെ. അപ്പോൾ ഇനി അടുത്ത താഴെ വാ, ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് അല്ലേ. ഉദാഹരണത്തിന് എൻ്റെ പ്രിയ മക്കളെ, ഒരാളെ നശിപ്പിക്കണമെങ്കിൽ ബോംബ് വേണ്ട, വെട്ടുകത്തിയും കൊടുവാളും അങ്ങനെ ഒരു സംഭവം വേണ്ട. ഈ നാവ് മതി. ഓക്കെ. ഒരാളെ മാനസിക രോഗിയാക്കണോ, ഉറക്കമില്ലാത്ത രാത്രികൾ കൊടുക്കണോ, അയാൾക്കുള്ള സകലത് നശിപ്പിക്കണോ, ഒന്നും വേണ്ട. നിങ്ങൾ വേറെ ഒരിടം അന്വേഷിച്ച് പോകേണ്ട. ഇത് മതി. അങ്ങനെ തകർക്കാനുള്ളവരല്ല നമ്മൾ. ഓക്കെ. നമ്മൾ ജീവിപ്പിക്കേണ്ടവരാണ്. നമ്മൾ മറ്റൊരു ടെററിസ്റ്റായി മാറേണ്ടവരല്ല കേട്ടോ. അതുകൊണ്ട് ഇത് നോക്കിയും കണ്ടും ചെയ്താൽ നമ്മുടെ ലെവലും റേഞ്ചും മാറും, മറ്റുള്ളവരെയും നമ്മൾ മാറ്റും. ഓക്കെ. ഓക്കെ. ഇനി ബൈബിളിൽ നിങ്ങൾ വചനങ്ങൾ ഏതെടുത്താലും അതിൽ കാണാൻ വാക്കുകൾ, ഒരു പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ്. അതുകൊണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ എൻ്റെ വാക്കൊരു കാവൽക്കാരനും എൻ്റെ ചുണ്ടുകൾക്ക് വിവേകത്തിൻ്റെ മുദ്ര, ഓക്കെ, ഒരു സീല് ഇട്ട് തരണമേ എന്നാണ് പ്രാർത്ഥന. ഓക്കെ. ഇനി ദൈവത്തിൻ്റെ വാക്കുകളോ തേൻ പോലെ മധുരമുള്ളതാണ്. ഓക്കെ. ഇതൊക്കെ വചനത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാക്കുകൾ ഇതുപോലെ ആയിരിക്കണം. മുമ്പ് സിസ്റ്റർ പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിപ്പിക്കുന്ന, ഊർജം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന വാക്കുകളായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെയോട് ദൈവമേ എൻ്റെ അധരം ദൈവത്തെ സ്തുതിക്കുന്ന, മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന, നന്ദി പറയുന്ന വാക്കുകൾ കൊണ്ട് നിറയ്ക്കണമേ. ഓക്കെ. എന്താണോ നിറഞ്ഞത് അതല്ലേ പുറത്തോട്ട് തുളുമ്പത്തുള്ളൂ. നമ്മളെപ്പോഴും മോശം, ഓക്കെ, എല്ലാവരുടെയും കുറ്റം പറയുക, വിധിക്കുക, അതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണും, നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നിനക്കും കിട്ടും. ഓക്കെ. നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുമെന്ന് വെളിപാടിലും പറയുന്നുണ്ട്. ഓക്കെ. പലയിടത്തും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമക്കളെ, കർത്താവിനോട് പറയാം, ദൈവമേ ശപിക്കുന്ന വാക്കുകളല്ല, കുറ്റപ്പെടുത്തുന്ന വാക്കുകളല്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിധിക്കുന്ന വാക്കുകളല്ല, മയമുള്ള വാക്കുകൾ, ഉയർത്തുന്ന വാക്കുകൾ കൊണ്ട് നിറയ്ക്കണമേ. ഓക്കെ. അപ്പം പ്രഭാഷകനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ചുണ്ടുകൾക്ക് വിവേകത്തിൻ്റെ മുദ്ര വേണം, എൻ്റെ വാക്കൊരു കാവൽക്കാരൻ വേണം. കർത്താവേ എൻ്റെ അധരം ദൈവസ്തുതികൾ ആലപിക്കാൻ തക്കവിധം ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. കഴുത്തിൽ എന്തെങ്കിലും ഇടാൻ ഇഷ്ടമല്ലേ? എന്താ, മാല. ഓക്കെ. മാല ഇടാൻ നമുക്കിഷ്ടമാണ്. ഓക്കെ. നല്ല സുന്ദരമായിട്ടുള്ള മാലകൾ ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ കാണിക്കുന്നത്. ചിലവർക്ക് മാല കാണാൻ വേണ്ടി ഷർട്ടൊക്കെ ഇച്ചിരിയൊക്കെ മാറ്റി വെക്കും അല്ലേ, വെട്ടിത്തിളങ്ങുന്ന ജില്ലായിട്ടുള്ള മാല. നമുക്ക് ഒരു മാല വേണം. ശരിക്കും നമുക്ക് മാല പോരാ, ഒരു ചങ്ങല തന്നെ വേണം. എന്തിൻ്റെ ചങ്ങല? ജ്ഞാനത്തിൻ്റെ ചങ്ങല. ഇന്ന് ലോകത്തിൽ കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആ ജെമിനിയെ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ പോരെ. AI ചാറ്റ് GPT ഒക്കെ ഒന്ന് നോക്കിയാൽ എന്ത് കാര്യങ്ങളും നമ്മൾ ഒന്ന് തുടങ്ങിയാൽ മതി, പുള്ളിക്കാരൻ കൃത്യമായിട്ട് നമ്മളെ റീഡ് ചെയ്ത് തരും. ഓക്കെ. പക്ഷേ എല്ലാ ഡേറ്റകളും വേണോ സന്തോഷത്തോടെ ജീവിക്കാൻ, ഉചിതമായ തീരുമാനമെടുക്കാൻ? നമുക്ക് സ്വർഗത്തിൻ്റെ ജ്ഞാനം മാത്രം മതി. പ്രഭാഷകൻ ഒന്ന് പറയണ എന്നാ, സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് തട്ടി എന്താണ്
മലയിൽ തട്ടി വെള്ളം പുറപ്പെടുവിച്ചതുപോലെ നമ്മളും പറയുന്നു, ദൈവത്തെ നമുക്ക് മുട്ടാം, അവിടെ നിന്നുള്ള ജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കണം. പിന്നെ പ്രഭാഷകൻ വീണ്ടും 11:1 കാണും, ഈ താഴ്ന്നവരെ എടുത്തുയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നത് ജ്ഞാനമാണ്. അപ്പോൾ എൻ്റെ കൂട്ട നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് കഴുത്തൊക്കെ ഇങ്ങനെ തലോടുമ്പം പറയണം, എൻ്റെ ഈശോയെ ജ്ഞാനത്തിൻ്റെ ചങ്ങല കൊണ്ട് അണിയിക്കണമേ. ഓക്കെ, ജ്ഞാനം ഉള്ളവനെ തല കുമ്പിട്ട് നിൽക്കാൻ ഇടയാക്കത്തില്ല ലോകത്തിന് മുമ്പിൽ. അവൻ എപ്പോഴും അവന് പ്രഥമ സ്ഥാനം. കണ്ടിട്ടില്ലേ, ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അറിവുള്ളവരെയും ജ്ഞാനമുള്ളവരെയും എവിടെയാണ് ഇരുത്തുന്നത്? പുറകിലല്ല, അവനെ കൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്പെഷ്യലി റിസർവ്ഡ് സീറ്റിലാണ് ഇരുത്തുന്നത്. അതുപോലെ ഇരിക്കേണ്ടവരാണ് നമ്മളും, കർത്താവിൻ്റെ മക്കൾ. ഓക്കെ, ജ്ഞാനം ചോദിച്ച് വാങ്ങിച്ച് നമുക്കണിയാം. ഇനി ഒരു കാര്യം കൂടി അല്ലേ, ഹൃദയം. ഹാർട്ട് ബീറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ. ഈ ഹൃദയമായിട്ട് കണക്ട് ചെയ്ത ഒത്തിരി വചനമുണ്ട്. വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്, ജോൽ 2:13 കേട്ടോ. അപ്പം നമുക്ക് ഹൃദയം ആണ് നമ്മൾ കുറച്ചുകൂടി വിശുദ്ധീകരിക്കേണ്ടതും മാറാലകളൊക്കെ അടിച്ച് മാറ്റി ഒരു സിംഹാസനം ഉണ്ടാക്കി അതിൽ കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുത്തിരുത്തേണ്ടത്. അതാണ് ദാവീദ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണും, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ നവചൈതന്യം കൊണ്ട് എന്നിൽ നിറയ്ക്കണമേ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചിലവരൊക്കെ പറയില്ലേ, കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യൻ, ഹൃദയം കല്ലുപോലെ, അയാളുടെ ഹൃദയം കല്ലുപോലെയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം മനസ്സിലാക്കാത്ത, വികാരമില്ലാത്ത, പരിഗണിക്കാത്ത ഹൃദയം. ഓക്കെ, അങ്ങനത്തെ ഒരു ഹൃദയം നമുക്ക് വേണോ? കല്ല് പോലുള്ള ഒരു ഫീലിങ്ങും ഇല്ലാത്ത ഹൃദയം ഇല്ല. കർത്താവിൻ്റെ ഹൃദയം അനുകമ്പയുള്ളതാണ്, കണ്ണിൽ ചോരയുള്ളതാണ്. ഓക്കെ, ചോരയില്ലാത്ത മനുഷ്യരെന്നൊക്കെ പറയും. കർത്താവ് അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൃദയം സോഫ്റ്റ്, മയമുള്ള ഹൃദയം, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഹൃദയമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ നവചൈതന്യം കൊണ്ട് എന്നിൽ നിറയ്ക്കണമേ. ഓക്കെ, ഇനി ഒരു കാര്യം, കാലും കൂടി. ഓക്കെ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാലുകൾ അത്ര മനോഹരമാണെന്നാണ് പറയുന്നത് അല്ലേ. ഇനി എൻ്റെ പാതയ്ക്ക് വെളിച്ചവും പാതകൾക്ക് പ്രകാശവും നൽകുന്നത് എന്താണ്? വചനമാണ്. ഓക്കെ, പാദവുമായിട്ട് ഉപമിക്കുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ കാലുകൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇഷ്ടത്തോടെ ഓടാനുള്ള ഒരു പാദം എനിക്ക് തരണമേ. ഓക്കെ, പ്രാർത്ഥിച്ചൂടെ? നമുക്ക് സുവിശേഷം ദൈവം ഈശോ കർത്താവ് ആണ്, എൻ്റെ ദൈവമാണ് എന്ന് പ്രഘോഷിക്കുന്ന ഒരു മനസ്സും അതിനു വേണ്ടി ഓടാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന പാദങ്ങളും എനിക്ക് തരണമേ. ഓക്കെ, അപ്പോൾ വചനം വെച്ച് നമ്മൾ ഓർക്കുന്നു, ഓരോന്ന് കണ്ടുപിടിക്കുക മക്കളെ, എന്നിട്ട് എഴുതി വയ്ക്കുക, എന്നിട്ട് അത് മനഃപ്പാഠമാക്കുക, എന്നിട്ട് പറയുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് നിർത്താം. നമുക്ക് ഒന്നിച്ച് എഴുന്നേറ്റ് എന്ന് ചെയ്യാം. അപ്പോൾ ശിരസിൽ ആനന്ദത്തിൻ്റെ തൈലം, ഇവിടെ സംരക്ഷണ മുദ്ര, കണ്ണുകൾ പ്രകാശിപ്പിക്കണം, മുഖം എന്താക്കണം? ദൈവത്തിൻ്റെ മുഖം പോലെ ആക്കണം. കഴുത്തിൽ നേരിയ മാലയല്ല, ജ്ഞാനത്തിൻ്റെ ചങ്ങല വേണം. ഹൃദയത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണം. നിർമ്മലമായൊരു ഹൃദയം പിടിപ്പിക്കണം. പാദങ്ങളോ ദൈവത്തിൻ്റെ ദേവാലയത്തിലേക്ക് ഓടുന്ന പാദങ്ങൾ പിടിപ്പിച്ച് തരണം. ഓക്കെ, നമുക്കങ്ങനെ പ്രാർത്ഥിച്ചൂടെ? തരുന്ന ദൈവം, സമൃദ്ധമായി വിളമ്പിത്തരുന്ന ദൈവം നമ്മൾ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ ഒരുക്കിയെടുക്കും. ഈശോ നിങ്ങളെല്ലാവരെയും ഒപ്പം എന്നെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.